ഉക്രൈൻ സന്ദർശനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പോളണ്ടിൽ നിന്നും മോദി ഉക്രൈൻ തലസ്ഥാനമായ കീവിലെത്തുക റെയിൽ ഫോഴ്സ് 1 എന്ന ആഡംബര ട്രെയിനിലാണ്. എന്താണ് റെയിൽ ഫോഴ്സ് 1ന്റെ പ്രത്യേകത? ഒട്ടനവധി സൗകര്യങ്ങളുള്ള ട്രെയിനാണിത്. ആഡംബര ഇന്റീരിയർ, മികച്ച ഭക്ഷണം, അതീവ സുരക്ഷ, ഔദ്യോഗിക ജോലികൾക്കും വിശ്രമത്തിനും ഇണങ്ങുന്ന തരത്തിൽ തടികൊണ്ടുള്ള ക്യാബിനുകൾ, മീറ്റിംഗുകൾക്ക് അനുയോജ്യമായ ഭീമൻ ടേബിൾ, ഇന്റർനെറ്റ്, സോഫ, ടെലിവിഷനുകൾ തുടങ്ങി ഒട്ടനവധി സൗകര്യങ്ങളാണ് ഈ ട്രെയിനിൽ ഒരുക്കിയിട്ടുള്ളത്. പോളിഷ് അതിർത്തിയിലെ ഷെമീഷൽ നഗരത്തിൽ നിന്ന് 10 മണിക്കൂറോളം യാത്ര ചെയ്താലാണ് ഉക്രൈൻ തലസ്ഥാനമായ കീവിലെത്തുക. റഷ്യൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യോമപാത അടച്ചിരിക്കുന്നതിനാൽ ട്രെയിൻ മാർഗമാണ് ലോക നേതാക്കൾ ഉക്രൈനിൽ എത്തുന്നത്. മോദിക്ക് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ എന്നിവർ റെയിൽ ഫോഴ്സ് 1ൽ സഞ്ചരിച്ചാണ് കീവിലെത്തിയത്. ഉക്രൈനിയൻ റെയിൽവേസ് കമ്പനിയുടെ നിയന്ത്രണത്തിലാണ് ട്രെയിനിന്റെ പ്രവർത്തനം. ക്രൈമിയ ഉപദ്വീപിലേക്ക് ടൂറിസ്റ്റുകളെ എത്തിക്കാൻ 2014 ഈ ട്രെയിൻ നിർമ്മിച്ചത്. ക്രൈമിയ റഷ്യ പിടിച്ചെടുത്തതോടെ ലോക നേതാക്കളെയും VIP-കളുടെയും യാത്രയ്ക്കാണ് ഇപ്പോൾ ഈ ട്രെയിൻ ഉപയോഗിക്കുന്നത്. അതേസമയം 45 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത്. പോളണ്ടിലെത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. ആഹ്ലാദാരവങ്ങളോടെയാണ് ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തത്. സ്നേഹോഷ്മളമായ വരവേൽപ്പിന് പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. റഷ്യൻ ഉക്രൈൻ യുദ്ധഘട്ടത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നൽകിയ പിന്തുണയിലും മോദി ഇന്ത്യൻ സമൂഹത്തിന് നന്ദി അറിയിച്ചു. ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ ആശയം വ്യക്തമാണ്. ഇത് യുദ്ധത്തിന്റെ കാലമല്ല. പ്രശ്ന പരിഹാരത്തിന് സംവാദത്തിലും നയതന്ത്രത്തിലുമാണ് ഇന്ത്യ വിശ്വസിക്കുന്നത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 3 പതിറ്റാണ്ടിന് ശേഷമാണ് ഉക്രൈനിലേക്കുള്ള ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം. കഴിഞ്ഞ മാസം റഷ്യ സന്ദർശിച്ചതിന്റെ പേരിൽ മോദിയെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പരസ്യമായി വിമർശിച്ചിരുന്നു. സെലൻസ്കിയെ നയതന്ത്രത്തിലൂടെ തണുപ്പിക്കുക എന്നതും ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യമാണ്. ഇരു രാജ്യങ്ങളും സമാധാന ഉടമ്പടിയിൽ ഏർപ്പെടണമെന്ന നിലപാടാണ് ഇന്ത്യക്കുള്ളത്.